യുദ്ധത്തിന്റെയും സംഘർഷങ്ങളുടെയും ആശങ്കകൾക്കിടയിൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ 6 രാജ്യങ്ങളിലും ഇന്നാണ് ചെറിയ പെരുന്നാൾ. സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സുരേഷ്, ഗുഡ് മോർണിംഗ്. പെരുന്നാൾ ആശംസകളും. ഈ യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും അവസ്ഥയിൽ പെരുന്നാൾ എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ ആഘോഷിക്കുന്നത്? സന്തോഷകരമായി ആഘോഷിക്കാൻ, ഭയമില്ലാതെ ആഘോഷിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇതേപോലെ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ജാഗ്രതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലായിടത്തും വലിയ ജാഗ്രതയോടുകൂടിയാണ് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളെ കാണുന്നത് ദുബായിലെ അൽമനാർ സെന്ററിലെ ചടങ്ങുകളാണ്. ഈ രാജ്യം അഭിമാനമായി ചെറിയ പെരുന്നാളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുരേഷ്, എനിക്ക് പറയുന്നത് കേൾക്കുന്നില്ല. അവിടെ പ്രാർത്ഥനയാണ് ആദ്യം മുഴങ്ങുന്നത്. നമസ്കാരം ഒക്കെ ആരംഭിക്കുകയാണെന്ന് തോന്നുന്നു. മലയാളത്തിലുള്ള പ്രാർത്ഥന, മലയാളികളാണ് പങ്കെടുക്കുന്നത് ഈ നമസ്കാര ചടങ്ങിൽ. ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഭയം ഏതുമില്ലാതെ രാജ്യം മുഴുവൻ ആഘോഷിക്കാൻ അവർക്കൊക്കെ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. സുരേഷ് പറയൂ, ഇപ്പൊ കേൾക്കാമെന്ന് തോന്നുന്നു. ഇന്നത് വലിയ ആഘോഷ പരിപാടികളൊന്നും പുറത്ത് അല്ലെങ്കിൽ ഈദ്ഗാഹുകളൊന്നും സംഘടിപ്പിക്കുന്നില്ല. മൈതാനങ്ങളിലൊന്നും ഈദ്ഗാഹുകൾ ഒരുക്കിയിട്ടില്ല. മറിച്ച് വലിയ സുരക്ഷയിലും ജാഗ്രതയിലുമാണ് ഇത്തവണത്തെ ഈദ്ഗാഹുകളും ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളും ഒക്കെ തന്നെ. UAE, ഖത്തർ, കുവൈറ്റ് ഈ 3 രാജ്യങ്ങൾ ഇപ്പോൾ പള്ളികൾക്ക് പുറത്തൊന്നും ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഈദ്ഗാഹുകൾ പുറത്തോ മൈതാനത്തോ നടത്തരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ 6:40 ദുബായിലെ നമസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിച്ചതെങ്കിൽ പോലും അതിലൊക്കെ വളരെ നേരത്തെ തന്നെ വിശ്വാസികളുടെ വലിയ പ്രവാഹമായിരുന്നു ആരാധനാലയങ്ങളിലേക്ക്. ഇപ്പോൾ പണ്ഡിതർ, പുരോഹിതരൊക്കെ തന്നെ ഈ ഈദിന്റെ സന്ദേശം വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുകയാണ്. കാരണം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളും പശ്ചിമേഷ്യയും ഒക്കെ കടന്നുപോകുന്നത്. ആ ഘട്ടത്തിൽ എല്ലാവരും ഒരുമയോടുകൂടി നിൽക്കണം. ഈ ചെറിയ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പണ്ഡിതർ. ശരി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സഹനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും അങ്ങനെ എല്ലാ സന്ദേശങ്ങളും നൽകിക്കൊണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് നടുവിലും ആ ചെറിയ പെരുന്നാളിൽ തുടരാൻ ഇവർക്കൊക്കെ കഴിയുന്നു എന്നത് തന്നെ ആശ്വാസകരമാണ്. നമുക്കൊന്നുമില്ല എന്ന് പറയുന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നതും നല്ലതല്ലേ? അങ്ങനെ ഇന്ന് തീരെ ഇതൊന്നും ആഘോഷിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പ്രശ്നങ്ങളായില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. വരുന്നതെല്ലാം നല്ലതിന് എന്ന് ആശ്വസിക്കാം. സുരേഷ് വെള്ളിമുറ്റമാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഗൾഫിലുള്ള എല്ലാ മലയാളികൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ലേബർ ക്യാമ്പുകളിലടക്കം തുടരുന്ന മനുഷ്യരുണ്ട്. സുരക്ഷയോടെ, ജാഗ്രതയോടെ എല്ലാവരും തുടരണം. ഇന്ന് ഒരുമിച്ച് ആഹാരം ഉണ്ടാക്കി പങ്കുവെച്ച് നിങ്ങളൊക്കെ കഴിക്കുന്ന നേരത്ത് സത്യമായി മനസ്സിൽ ഓർക്കും നിങ്ങളുടെ സ്നേഹവും പങ്കുവയ്ക്കലും എത്രയെത്ര മഹത്തരം എന്ന്.